ആനയെ മടക്കിച്ച് ഇറക്കുന്ന കൂട്ടത്തിൽ ഈ ആന മേളിലിരുന്നതിനെ നീക്കിക്കളഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ആശാനായിട്ട് കൊണ്ടത്. ആശാൻ തെറിച്ചു എന്നാണ് എൻ്റെ വിളിപ്പിന് ആനയായിരുന്നു. ആദ്യമായിട്ട് നമ്മളൊരു ഈ ഒരു പണിയിലേക്ക് കടന്നു വരുന്നത് എത്ര കൊല്ലമായി കാണും ഈ ഒരു പണി മേഖലയിലേക്ക് കടന്നു വന്നത്? പണി മേഖലയിൽ എനിക്കിപ്പം തന്നെ 40 വയസ്സ് അടുപ്പിച്ചുണ്ട്. എൻ്റെ കൊച്ചുനാളെന്ന് പറഞ്ഞ ഒരു 6ാം ക്ലാസ്സിൽ മുതൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതിനോടൊരു കൊതിയുണ്ടായിരുന്നു. അതായത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ വലിയൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ 10 ആന 15 ആനയൊക്കെ പരിപാടിക്കാണ് വരുന്നത്. അതിന് ഈ ആനക്കാർ ഓലയും മടലൊക്കെ വെട്ടി കൊടുക്കാൻ നേരത്ത് അങ്ങനെ അതിനോട് ഒരു ഇമ്പം തോന്നി അങ്ങ് ഇറങ്ങിയതാണ്. അതിന് പഴം വാരി കൊടുക്കാനും അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ആ വർഷാകാലം അപ്പോൾ ഞാൻ അമ്പലത്തിൽ തന്നെ അങ്ങ് പോകത്തില്ല, വീട്ടിലൊന്നും പോകത്തില്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് പരീക്ഷയും കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ബൈക്കിൽ നിന്ന് അങ്ങ് പോയതാണ്. അത് നമ്മൾ ഏതാനയുടെ അത് പോയതാ ഈ പുതുപ്പള്ളിക്കാരെ നിന്ന് 16 ഉള്ള ആന വിനായകൻ എന്നും പറഞ്ഞു. അതിന്റെ നമ്മൾ ആദ്യമായിട്ട് കണ്ടിഷ്ടപ്പെടുന്നതും അതിനെയാണ് ആദ്യം കാണുന്നത്. അല്ലല്ല, താല്പര്യം തോന്നുന്നത് കണ്ടിട്ടായിരിക്കും. താല്പര്യം തോന്നിയത് ആതിര രാജശേഖരൻ, അന്നത്തെ വലിയ ആനയെന്ന് പറഞ്ഞ ആനയെ കാണാനും നല്ല ഐശ്വര്യം, വലിയ ആനയുടെ കൂട്ടത്തിൽ നടക്കണം, അങ്ങനെയൊക്കെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പുതുപ്പള്ളി ആനയുടെ കൂടെ എങ്ങനെയാണ് അതിലോട്ട് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മളും കൂടെ വന്നോട്ടെ എന്ന് നമ്മൾ ചോദിച്ചു. അതെ, അത് അവിടെ ഉള്ള ഒരു പുള്ളി അതിനെ പാട്ടം എടുത്തേക്കുന്നത് ആറ്റിങ്ങ. അതിന് ഈ പരിപാടി ഇല്ലാത്ത സമയത്ത് ഈ സ്കൂളിൻ്റെ അടുത്തായിട്ട് ആനയെ കൊണ്ടുവന്ന് കെട്ടുന്നത്. പുള്ളിയായിട്ട് സംസാരിച്ച് അങ്ങനെ അവർക്ക് ഈ വെള്ളം എടുത്ത് കൊടുക്കാനും ബീഡി സിഗരറ്റൊക്കെ അങ്ങനെ ആനക്കാരൻ പറയുന്നത് കേട്ട് അത് പോയി മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയും പിന്നെ അവരെ കൂടെ തന്നെയായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ അവരുടെ കൂടെ അങ്ങ് പറയും പോവുമായിരുന്നു. 2-3 പ്രാവശ്യമൊക്കെ എന്നെ വിരട്ടിയൊക്കെ വിട്ടെങ്കിലും ഈ പരിപാടി സ്ഥലത്ത് ഞാൻ ഇത് അന്വേഷിച്ച് ഞാൻ ചെല്ലുമായിരുന്നു. ഈ ആന എവിടെ ഇവർ തലേദിവസം ഇരുന്ന് പറയുമല്ലേ, ഇന്ന സ്ഥലത്ത് ഇത്ര തീയതി ഇന്ന സ്ഥലത്താണ് എഴുന്നള്ളത്ത്. ഈ ആറ്റിങ്ങി വെഞ്ഞാറോട് മേഖലയൊക്കെ എനിക്കറിയാം, ഞാൻ അവിടെ ഉള്ളതല്ലേ. അത് തിരക്കി പിടിച്ച് ഞാൻ അവിടെ ചെല്ലുമായിരുന്നു. പിന്നെ അവർ സഹിയായിട്ട് എന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ ആനയുടെ പ്രത്യേകതകൾ നമ്മൾ ഒരു തീറ്റ വെട്ടുകാരനായിട്ട് കൂടെ കൂടുമ്പോൾ ഉണ്ടായെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്നത് എങ്ങനെയായിരിക്കും? എന്നാൽ അതിനുള്ള ഒരിതൊന്നും അറിയത്തില്ല. അല്ല അറിയത്തില്ല, ചെറുതല്ലേ, അറിയത്തില്ല. നമ്മളോടുള്ള ഒരു താല്പര്യം ഇങ്ങനെ ആ കാലഘട്ടത്തിൽ അതിപ്പോഴത്തേതാ അല്ല, ആ ആനയ്ക്ക് നമ്മളോടുള്ള താല്പര്യം നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ പൊടി പിള്ളേരെയൊന്നും ആന അടുത്തടിപ്പിക്കത്തില്ലായിരുന്നു. നമ്മൾ അകലെ നിന്നുള്ള അവർ പറയുന്ന ദൂരെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതേ ഉള്ളൂ, അടുത്ത് എല്ലാനൊന്നും പറ്റത്തില്ല. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു പണിയിലേക്ക് ഇറങ്ങണം. അപ്പൊ ഈ പണിയെ പറ്റി നമുക്ക് ഒരു ABC ഇല്ല അറിയത്തില്ല. അപ്പൊ അവര് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരുമ്പോ എങ്ങനെയാണ് അയ്യോ ഇതിന് വരണ്ടേയിരുന്നു, ഇത് ഇങ്ങനെയൊക്കെയാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല തോന്നിയിട്ടില്ല. ഇതേ കണക്ക് ഒരു മുതലിനെ കൊണ്ട് നടക്കണം, ആ ഒരു ആവേശം വരുന്നത്, ഇവർ പറയുന്നത് എന്തും കേൾക്കുമായിരുന്നു. അങ്ങനെ അവരെന്ത് പറയുന്നത് അതേ കണക്ക് നമ്മൾ ചെയ്യേ. ആദ്യത്തെ നമ്മുടെ ഒരു ചുമതല, അതായത് നമ്മുടെ ഒരു പണിയുണ്ട്, ആദ്യത്തെ നമുക്ക് തന്ന പണി, ആദ്യമായിട്ട് ഒരു പണി തന്ന എന്തായിരുന്നു? ഇങ്ങനെ ആനയെ ചുമതലയായിട്ട് ഈ ആന നമ്മൾ ഈ പുതുപ്പള്ളി ആനയുടെ കൂടെ നമ്മൾ ആദ്യത്തെ ദിവസം ചെല്ലുകയാണ്. അതായത് ഒരു തൊഴിൽക്കാരൻ അപ്പോഴേ അത് അവർ നമസ്തേന്നും പറഞ്ഞ് വെട്ടോത്തി എടുത്ത് തരും. തെങ്ങിൽ കയറാൻ അറിയാമോ, കയറിക്കോളൂ, അതേ ഉള്ളൂ. ഇറങ്ങി തുടങ്ങി പൊയ്ക്കോ. അതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ച് കയറാൻ അറിഞ്ഞുകൂടെങ്കിലും കൂടെ നടന്ന് തന്നെ തെങ്ങിക്കയറ്റം പഠിച്ച്. പിന്നെ പനയിൽ അന്നൊന്നും കയറത്തില്ല, അതിനുള്ള സൈസ് ആയിട്ടില്ല. പിന്നെ കയറി പിന്നെ ഇതിൽ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തത് പിന്നെ അതിലെ ജഗന്നാഥൻ എന്ന് പറയുന്ന ആനയ്ക്ക് അവരെ കൂട്ടത്തിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ പഠിച്ചു വരുന്നു. പഠിക്കുന്ന അവരുടെ കൂടെ അവിടെ. അപ്പൊ ഈ ആനയിൽ നമ്മൾ ഈ പുതുപ്പള്ളി ആനയിൽ നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആനയുടെ കാര്യം നമ്മൾ തീറ്റി കൊടുക്കുക എന്നുള്ളത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ അവർ പിടിച്ച് കിടത്താൻ നേരത്ത് തൊണ്ട് ചെത്തിത്തരും, അതൊന്ന് കഴുകി കൊടുക്കും. ആ കിടത്താൻ നേരത്ത് മാത്രമുള്ള ആനയുടെ അടുത്ത് ചെല്ലുന്നത്. അല്ലാതെ ആനയുടെ ബാക്കിൽ തന്നെ ആന വഴിയടിച്ച് പോവുകയാണെങ്കിലും അകലം മാറി അവർ അടുത്തോട്ട് വിളിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചെല്ലുന്നുള്ളൂ. ആണെങ്കിൽ തന്നെ ഓല വെട്ടിത്തരാൻ പറഞ്ഞാലും അത് അകലെ നിന്ന് നമ്മൾ വാരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. തൊട്ടടുത്തൊന്നും ചെല്ലത്തില്ല, നമ്മൾ പേടിയാണ്.
പേടിച്ചപ്പുറം ആനക്കാരനെയും പേടിയാണ്, ആനയും പേടിയാണ്. എന്നാൽ ഇത് പണി പഠിക്കുകയും വേണം. പണി എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം. അതെ. പിന്നെ എത്ര കാലം നമ്മൾ ഈ പുതുപ്പള്ളി ആനയുടെ കൂടെ ഉണ്ടായിരുന്നു? അത് ആ ഒരു സീസണിൽ മാത്രമേ ഉള്ളായിരുന്നു, ആ ഒരു സീസണിൽ മാത്രം. പിന്നെ ഈ ആതിര ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ആതിര ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? എത്തിപ്പെടുന്നെന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം ഭാഗത്തോട്ട് ഈ ആതിരക്കാരൻ ഒരു 4-5 ആനകൾ ആ ഭാഗത്തും പരിപാടിക്ക് വരുന്നുണ്ട്. അപ്പം അന്ന് ഈ ഒരുമിച്ചിരുന്ന് പരിപാടി എടുക്കുന്നുണ്ട്, ഇവരായിട്ട് നല്ല പരിചയമായി. അന്ന് അതിനെ കയറുന്നത് നമ്മളെ ഈ മരിച്ച ഉണ്ണിയണ്ണ അതിനെ കയറിക്കൊണ്ടിരുന്നത്. പുള്ളി വെള്ളല്ലൂരാണ് താമസം, ഞാൻ ആറ്റിങ്ങിലും. അങ്ങനെ ഒരു പരിചയത്തിൻ്റെ പുറത്ത് അവരെ ഈ ആനയെ കെട്ടുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഏതാ എഴുന്നള്ളപ്പ് സമയത്ത് ഈ സീസൺ കഴിഞ്ഞ് ഞാൻ ഇനി നാട്ടിൽ വന്നിട്ട് നേരെ അവിടെ പോവുകയാണ് ചെയ്തത്. അവരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് ഉണ്ണിയണ്ണനെ. ആദ്യമായിട്ട് നമ്മൾ ആദ്യമേ നമുക്ക് നമ്മുടെ ഈ ഒരു പണിയിലേക്ക് ക്ഷണിച്ചത് തന്നെ ആതിര രാജശേഖരൻ ആ ഗ്രൂപ്പിൽ ആ ഒരു കമ്പനിയിൽപ്പെട്ട ആനയാണ്. ആ ഒരു കമ്പനിയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ ഇപ്പം നമ്മളൊരു കമ്പനിയിലൊരു 10 ആന ഉണ്ടെങ്കിൽ നമ്മളൊരു ആ സ്ഥലത്തേക്ക് ചെല്ലുന്നു, അവിടെ 10 ആനകളെ കെട്ടിയിട്ടിരിക്കുന്നു, ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് പണിയുന്നത്. പക്ഷെ അന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഒരാൾക്ക് 10 ആന ഉണ്ടെങ്കിൽ 10 ആനയും 10 സ്ഥലത്തായി 10 സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്ന് പണിയും കാര്യങ്ങളും. എന്നാൽ പണി അറിഞ്ഞുകൂടാത്ത ആനകളും ഉണ്ട്, പലതും പല സ്ഥലത്താണ് നിൽക്കുന്നത്. പിന്നെ ഈ ആതിര ജഗന്നാഥ വെച്ച് വലിപ്പമുള്ള ആനയാണ്, പൊക്കത്തിലേക്കുള്ളത്. അത് കൂപ്പണിക്കുക പാടാണ്, നാട്ടിൻ പുറത്തുള്ള പണി അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു പോവാം. പിന്നെ അന്ന് ആ ടൈമിൽ തന്നെ ഉണ്ണിയണ്ണ് ഒരുപാട് ഇടത്തരം ആനകളൊക്കെ ഉണ്ടായിരുന്നു. ചുമതല ഉണ്ണിയണ്ണായിരുന്നു. 4-5 ആനകൾ അല്ലാതെ വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂപ്പ് പണിക്കാൻ കയറി പോകുന്നത്. ഈ ഒരു ആന മാത്രമേ ഉള്ളൂ പുള്ളിയുടെ വീട്ടിൽ നിൽക്കുന്നത്. ആദ്യത്തെ ആ ദിവസം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? നമ്മൾ ആതിര ജഗന്നാഥനാനയുടെ കൂടെ പോകുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആന അന്ന് പുള്ളിയുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അന്വേഷിച്ച് എങ്ങനെ ഈ പുള്ളിയുടെ പേരും ഈ അഡ്രസ്സും തപ്പി അവിടെ ചെല്ലണത്. ചെന്ന് അന്ന് അവരുടെ കൂട്ടത്തിൽ സന്തോഷം എന്ന് പറയുന്ന ഒരു അണ്ണ ഉണ്ടായിരുന്നു. പുള്ളി എപ്പോഴും ആനയുടെ അടുത്ത് വരത്തില്ല. അത് മെയിൻ ചട്ടക്കാരെ എപ്പോഴും ആനയുടെ അടുത്തൊന്നും വരത്തില്ല. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്ന ആളിനെ നമ്മൾ വലിയ തങ്ങളങ്ങനെ വലിയ പരിചയമില്ലെങ്കിലും ഈ ആനയുടെ കൂട്ടത്തിൽ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പുള്ളിയായിട്ട് കാര്യം പറഞ്ഞ് ചുമതലക്കാരൻ വൈകിട്ട് വരുന്നു, ആനയുടെ അടുത്ത് വരുന്നു, കൂടെ ചോദിച്ച് ഇങ്ങനെ നിന്നോട്ട് എന്നും പറഞ്ഞാൽ ഞാൻ നിന്നത്. അവർക്ക് എപ്പോഴും ഒരു എങ്ങനെ 2 പേര് വേണം, 3 പേരെങ്കിലും ആ ആനയ്ക്ക് വേണം. പുള്ളി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെല്ലണ്ടേ, അതുകൊണ്ടാണ് എന്നെ കൂട്ടത്തിലങ്ങ് നിർത്തിയത്. അപ്പോൾ ആ ആനയുടെ ഒരു രീതികൾ എങ്ങനെയായിരുന്നു നമ്മൾ നോക്കിക്കാണും? നമുക്കപ്പം നമ്മളിപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പോകുന്നത്. ഒരു സീസൺ നിന്നു, അടുത്ത ആ ഒരു പ്രായമേ ഉള്ളൂ. നമുക്ക് ആതിര ജഗന്നാഥനായി പോകുമ്പോഴും ആ ഒരു പ്രായമേ ഉള്ളൂ. ആദ്യവും തീറ്റ വെട്ട് എന്ന് പറയുന്ന ഇതായിരിക്കുമല്ലോ അവിടെയും. ആനയെന്ന് പറഞ്ഞാൽ പിള്ളേരൊന്നും അടുത്ത് അടുപ്പിക്കത്തില്ല. അത് പറഞ്ഞു മുഷിഞ്ഞാലും വഴിയടിച്ച് പോയാലും ആന വളരെ എങ്ങനെ ഒരു വല്ലാത്തൊരു കണ്ണുകൊണ്ട് ആന കാണുന്നത്. ചട്ടക്കാരനായാലും കൂടെ നിൽക്കുന്നതിനായാലും തീറ്റുവെട്ടനായാലും ഒരു വല്ലാത്തൊരിതാണ് ആന. ഉറക്കുളച്ചെന്ന് ആന പരിപാടി എടുക്കാനൊന്നും പറ്റത്തില്ല. 3 ആനക്കാരനൊന്നും അംഗീകരിച്ച് തരത്തില്ല ആന. ഇച്ചിരി വഴക്കാളിയാണെങ്കിലും അത് അവിടെ നിന്നുള്ള തെറ്റൊക്കെ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ആനകളെ കണക്ക് കുത്തിമറിച്ചിടെ ഒന്നും അങ്ങനെയൊന്നും ചെല്ലെത്തുന്നില്ല. ചട്ടക്കാരനെ അങ്ങോട്ട് നീക്കി മാറ്റും, അല്ലെങ്കിൽ 2 ആനക്കാരനെ അങ്ങോട്ട് നീക്കി മാറ്റിയിട്ട് അവിടെ നിന്നുള്ള ഇപ്പോഴത്തേക്ക് ആനയെ പിടിച്ചു നിന്ന് കറങ്ങത്തേ ഉള്ളൂ. അതിന് വില്ലെന്നാണ് എൻ്റെ വിളിപ്പേര്. വില്ല്. നല്ല മീൻ വഴക്കമുള്ള ആന പൊക്കത്തിലുണ്ട്. ഒരു 9.25 അടി പൊക്കമുണ്ടായിരുന്നു. ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആനയായിരുന്നു. അപ്പോൾ ആ ഒരു കമ്പനിയിൽ നമ്മൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് കുറച്ചെങ്കിലും പണി പഠിച്ചെടുക്കാൻ പറ്റിയത് ആ ആനയിൽ ആതിര ജഗന്നാഥൻ ആനയിൽ. എങ്ങനെയാണ് പണിയിലുള്ള മികവ് എങ്ങനെയാണ് അറിഞ്ഞത്? പണിയിലൊന്നെന്ന് പറഞ്ഞാൽ അവർ ആ ആനയുടെ അടുത്ത് സംസാരിക്കുന്ന ഭാഷയും പിന്നെ ഈ തടി പിടിക്കുക നേരത്തുള്ളതും ആനയെ രാവിലെ കെട്ടുമൂട്ടിന്ന് അഴിക്കുന്നതൊക്കെ അത് ഒരു പ്രത്യേകിച്ചൊരു ചടങ്ങും കാര്യങ്ങളാണ്. അത് 2 തല്ല് കൊടുത്ത് ആന പൊടിയിരുത്തി, അതാണ് അതിൻ്റെ ചിട്ടയും കാര്യങ്ങളൊക്കെ.
അല്ലാതെ വന്ന് വെറുതെ വന്ന പോലെ പശുക്കൾ അഴിച്ചുകൊണ്ട് പോകുന്ന കണക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ സൈസ് ഒരു ആനയായിരുന്നത്. അപ്പം ആ ആതിര രാജശേഖരൻ ആനയിൽ നമ്മൾ എത്ര കൊല്ലം ഉണ്ടായി? അത് അന്നേരം ഇച്ചിരി പക്വത വെച്ചതിന് ശേഷം ഈ രാജശേഖരന് അതും തീറ്റപ്പെട്ട ആനായിരുന്നു നിന്നത്. ഈ എല്ലാ ആനകളിലും തീറ്റവെട്ടുകാരനാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ജഗന്നാഥൻ്റെ കൂടെ ഇപ്പോൾ ഒരു വർഷ കണക്ക് നമ്മൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വർഷം നമ്മൾ നിന്നെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് ആ ഒരു വർഷം സമയം ഉണ്ടെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ഒരു അടുപ്പം തോന്നിയിട്ടുണ്ടോ? അടുപ്പം തോന്നാന്ന് പറഞ്ഞാൽ അത് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് എങ്ങനെ ഞാൻ തല്ലാന ഒന്നിനും ഞാൻ ചെല്ലുന്നില്ല. ഇവരെ കയ്യിൽ നിന്നൊക്കെ തെറ്റിയാലും എനിക്ക് പോയി പിടിച്ച് കൊളുത്തായിരുന്നു ആന. അങ്ങനെ ഒരു അനുഭവം എവിടെ വെച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അത് ഒന്ന് വിശദീകരിക്കും. അത് നമ്മളെ ഈ കൊടുങ്ങൂട്ടിലെ ഗജമേള പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് ഇത് ബുക്കിംഗ് ചെയ്ത വീട്ടിലോട്ട് കൊണ്ടുപോവുമായിരുന്നു. പൊക്കത്തിരുന്ന ആനയെ മടക്കിച്ച് ഇറക്കുന്ന കൂട്ടത്തിൽ ഈ ആന മേളിലിരുന്നതിനെ നീക്കിക്കളഞ്ഞ കൂട്ടത്തിൽ എൻ്റെ ആശാനായിട്ട് കൊണ്ടത്. ആശാൻ തെറിച്ച് വന്ന് വീഴുകയും ഞാൻ ആനയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. മറു സൈഡിൽ ഞാൻ നിൽക്കുക. ഞാൻ ഇടമെടുത്ത് കൂട്ടിക്കോട്ടാന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടൻ ഉണ്ണിയെണ്ണം പറഞ്ഞു മാറിക്കോ, പറയാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ മാറിയില്ല. ലാസ്റ്റ് എന്നെ ചീത്ത വിളിച്ച് ഓടിക്കുകയാണ് ഇത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു തെങ്ങ് നിൽപ്പുണ്ടായിരുന്നു. അന്നേരം തന്നെ പോയി മുട്ടെടുത്ത് കൊളത്തേക്ക് ചെയ്തു. എന്തോ എൻ്റെ അടുത്ത് അത് വലുതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഓടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാനെ തല്ലാന അതിൻ്റെ അടുത്ത് ഒന്നും മിണ്ടാനൊന്നും പോയി. ഇവരായി ഭാഷ ചെയ്ത് എല്ലാം കേട്ട് പഠിച്ചു വരുന്ന ഒരു സമയമാണ്. നമ്മളായിട്ട് അതിനെ ഒന്നും ചെയ്തിട്ടില്ല. തീറ്റ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അതേ ഉള്ളൂ. ഇവർ പറയുന്നു അതേ കണക്ക് കേട്ട് ചെയ്യുന്നതേ ഉള്ളൂ. എന്നാൽ ഒരു ആനയെ അടിക്കാൻ പോലും അറിയത്തില്ല, എവിടെയൊക്കെ അടിക്കണം, അതിൻ്റെ പുറത്ത് കയറാൻ. ഇപ്പോൾ അത് എന്നെ പലതിനും പല രീതിയാണ്. എന്തോ പറയുന്നത് ബാക്കി. അപ്പോൾ ഈ ജഗന്നാഥൻ ആനയിൽ നിന്ന് മാറി പിന്നെ രാജശേഖരൻ ആനയിലേക്ക് പോകുന്നത്, അത് നമ്മുടെ ആശാൻ തന്നെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു പയ്യനുണ്ട്? അങ്ങനെയല്ല, അതിന് രണ്ടാനക്കാരനില്ലായിരുന്നു. തീറ്റവെട്ടാൻ ആരും ഇല്ലാതായിപ്പോയി. സീസണായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ പോയി നിന്നേ ഉള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ ഒരു പണി രീതി അപ്പോഴത്തെ ഒരു പണി രീതി തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ആളുടെ മനസ്സിൽ അതും ഇങ്ങനൊരു ആന എന്നുള്ള ജീവിയെ കൊണ്ട് നടക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പണിക്കിറങ്ങുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇപ്പോൾ ജഗന്നാഥനായാലും പുതുപ്പള്ളിയിലായാലും രാജശേഖരനായാലും തീറ്റ വെട്ടുകാരനായിട്ട് മാത്രം നമ്മൾ പോകുമ്പോൾ ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ 3 ആനയിൽ നിന്നു, നമുക്കൊരു ഇത് കിട്ടുന്നില്ല, വീണ്ടും വിളിക്കുമ്പോൾ തീറ്റ വെട്ടുകാരനായിട്ട് എന്നെ വിളിക്കുന്നു, അങ്ങനെ ഒന്നും ഇല്ല. അത് മടുപ്പ് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഇത് മറ്റുള്ളവരെ നിന്ന് ഇതിൻ്റെ അറിവുകൾ നമുക്ക് പകർന്നത് ഒരു ആനയെ കൊണ്ട് നടക്കണം, അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എൻ്റെ ആശാന്മാരും അങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അത് വന്നു വയ്ക്കലേ എന്നാടാ വടി എടുക്കട, അതിനെ 2 അടി ഇട, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് കയറ്, അങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടില്ലെന്ന് പറയുന്നില്ല. അത് അങ്ങനെയുള്ള ആനകൾക്ക് മാത്രം. അങ്ങനെ കേട്ട് പഠിച്ചത് അത് ചെയ്യുന്നത് ശരിയല്ല. അത് നമ്മൾ അതിനെ ഒരു തല്ലുന്നതും എങ്ങനെയൊക്കെയാണ് അതിനെ ഇരുത്തുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം മതി എന്നുള്ള ഒരു നിർബന്ധം വരുന്നു. നമ്മുടെ മനസ്സിൽ അത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ ഈ രാജശേഖരനാനയിൽ നമ്മൾ കുറച്ച് നാളെ നിന്നോളൂ. പിന്നെ നമ്മൾ പോകുന്നത് ഏതാനയിലേക്ക്? അതും ഈ ഇതേപോലെ തീറ്റ വെട്ടാനാണോ പോകുന്നത്? അതെ. അത് ഏതാനയിലേക്കായിരിക്കും? അതായത് ഇവരെ ഈ ആദര കമ്പനിയിൽ നിന്ന് വിറ്റുപോയ ഗുരുപ്രസാദ് എന്ന് പറയുന്ന ആന ഇപ്പം എന്തോന്ന് മായാവി എന്ന് പറയുന്ന ആനയുടെ പേരെന്തോന്ന്, ശ്രീകണ്ഠൻ, വഴിപാടി. അത് ഉണ്ണിത്താൻ മുതലാളി പഠിക്കുക, പരവൂർ കോട്ടവൻ കോണം. അന്ന് അതിനെ കയറിക്കൊണ്ടുവന്ന പാലയിലുള്ള മണിച്ചട്ടൻ എന്ന് പറയുന്ന പുള്ളിയെ, ഈ ആതിര ജഗന്നാഥനിൽ നിന്ന് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയെ ഈ വഴിപാടി ആനയ്ക്ക് അന്ന് നിന്നത് കൂട്ടത്തിൽ. ഈ ആന കച്ചവടം ചെയ്തു പോയപ്പോൾ പഴയ ആനക്കാരങ്ങ് മാറിയപ്പോൾ എന്നെ അന്ന് ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ല. എവിടെ വെച്ച് ഞാൻ കണ്ടു, ഒരു ഉത്സവപരിപാടി സമയത്ത് കണ്ട്, അങ്ങനെ വിളിച്ച് ഞാൻ വേറെ ഒരു ആനയ്ക്ക് തീറ്റ വെട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. മുമ്പേ 2000 ഈ ജഗന്നാഥൻ ആനയ്ക്ക് നിന്നുകൊണ്ട് പുള്ളി എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതിന് 6 കൊല്ലം നിന്ന്
6 കൊല്ലം തീറ്റി വെട്ടും പണിയിപ്പും കാര്യങ്ങളും. അവനാ എനിക്ക് ഈ ആനയുടെ പണിയും കാര്യങ്ങളും മൊത്തവും പറഞ്ഞത് സന്തോഷം എന്ന് പറയുന്നത്.